പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പൊതുവേ കഴിക്കാൻ ഒരുപാട് മടിയുള്ളൊരു ഫുഡാണ് അല്ലേ. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി പുട്ടുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല അടിപൊളിയുമാണ് കേട്ടോ. നല്ല പച്ചിലയുടെയും ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ഒരു അടിപൊളി അല്ലേ, നല്ല അടിപൊളി ഒരു പുട്ട് വരുന്നില്ലേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പൊതുവേ നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പുട്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നോക്കി നല്ല കളർഫുള്ളായിട്ടുള്ള പുട്ടുകളാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, പച്ചില മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയൊരു പുട്ടും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമല്ലേ നമുക്ക് മുഖ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേരൻസിന് കുറച്ച് സമയം കണ്ടെത്തി ഈ ഒരു പുട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് ഇവിടെ ഒരു ഹൗസ് വാമിങ്ങിന് വന്നപ്പോഴാണ് ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള പുട്ടുകൾ ഞാനിന്ന് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി പുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. പച്ചില പുട്ടെന്ന് പറയും. കളറൊന്നുമല്ല, പച്ചില അരച്ച് ചേർത്തതാണ്. യശങ്കല, കാരയില, കുന്നിയില അങ്ങനെയുള്ള മരുന്ന് ഐറ്റം അരച്ച് ചേർത്ത ഒരു ഐറ്റം പുട്ടാണ് ഇത്. ചമ്പ പുട്ടാണ്. ക്യാരറ്റ് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് ചേർക്കുക. 4 വെറൈറ്റീസ് ആയിട്ടുള്ള പുട്ടുകളാണ്, പല കളേഴ്സിലാണ്, അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ പച്ചിലകൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുട്ടും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വെറൈറ്റീസ് ആയിട്ടുള്ള പുട്ടുകൾ അറിയാം, പുട്ടുകളെ പറ്റിയിട്ടുള്ള എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. സൂപ്പർ. ബീട്രൂട്ട് അരച്ച് ജ്യൂസായിട്ട് എടുത്ത് പുട്ടായിരുന്നു. ഇത് ഹെൽത്തി ആയിരുന്നു. ചോളം പുട്ട്. ഇതൊരു വെറൈറ്റി പുട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇതും കാണുന്നത്. അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? ഇത് വേറെ ഒന്നുമില്ല, കുറച്ച് മസാല, മുളക്, മല്ലിച്ചപ്പ് അങ്ങനെ. നല്ല ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റാണ്. സാധാ വെള്ളപ്പുട്ട്, സാധാ നമ്മുടെ നാടൻ പുട്ട് പച്ചരി. ഇപ്പൊ ഇത് കല്യാണ വീടുകളിലൊക്കെ ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഓർഡർ അനുസരിച്ച് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. അപ്പം നമുക്ക് ഈ പുട്ടുണ്ടാക്കി തന്ന ചേട്ടന് നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയാം കേട്ടോ. താങ്ക് യു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.